ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും ശ്രീകുട്ടനും കൂടി എവിടെ പോവുകയാണെന്നറിയോ? നല്ല മഴ പെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നറുനീട്ടി എടുക്കാൻ പോവാം. നറുനീട്ടി നന്നായിട്ട് ഇളക്കാൻ പറ്റും. ഈ സമയത്താകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇളക്കാം. കാരണം 2-3 ദിവസമായിട്ട് മഴ പെയ്ത് കിടക്കുവാണ്. അപ്പോൾ അതെടുക്കാൻ പോവാം ശ്രീകുട്ടോ. നറുനീട്ടി എടുക്കാൻ പോവാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ കാണിക്കൂ. ഓക്കെ ഓക്കെ. മഴ നനയല്ലോ കേട്ടോ. അതിനല്ലേ കൊട. ശ്രീകുട്ടോ, മഴ നനയോ? ഇല്ല, കൊട ഉണ്ടല്ലേ. നമ്മൾ എങ്ങോട്ടാ പോകുന്ന? നറുനീണ്ടി എടുക്കാനായിട്ട്. ഇത് ചുണ്ടൊക്കെയാണ് കേട്ടോ ഇവിടെ പിടിച്ച് ഇപ്പോണ്ട്. ഇത് ഞങ്ങൾ തോരനൊക്കെ വയ്ക്ക്. മുന്നേ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ തൈകളും ഒരെണ്ണം വലുതായി നിൽപ്പുണ്ട്. അതിനകത്തുണ്ട്. അത് വേറെ ദിവസം എടുക്കാം. ഇനി നറുനീണ്ടി എടുക്കാൻ പോകുന്നത് ഇവിടെ മുഴുവൻ നറുനീണ്ടി ഉണ്ട്. മഴ പിന്നെയും ചെറുതായിട്ട് പെയ്തു തുടങ്ങി. ഈ കാണുന്നതാണ് നറുനീണ്ടി കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ധാരാളം പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ കാണത്തില്ല ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. വേര് നമുക്ക് കിട്ടണമല്ലോ. കുറച്ചധികം നന്നായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ട് ശ്രീകുട്ടൻ പിന്നെ എൻ്റെ കൂടെ നിർബന്ധിച്ച് വന്നതാണ് കേട്ടോ. വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വന്നതായി. ഇപ്പം ഇത്രയും മഴ പെയ്ത് കിടന്നിട്ട് കൂടി വേരിങ്ങനെ ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കുറേയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളമായിട്ട് കുടിക്കാനും അതുപോലെ തന്നെ സിറപ്പൊക്കെ ആക്കാൻ. ശ്രീകുട്ടോ, തുമ്പി കണ്ടാ? എവിടെ? ദേ കണ്ടാ? കണ്ടാ? ശ്രീകുട്ടോ ദോ ഇരിക്കുന്ന കണ്ടാ? തുമ്പിയെ കണ്ടാ? പിടിക്കണോ? നോക്കി പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റത്തില്ലടാ, അത് പറന്നു പോവും. അയ്യോ, അത് പോയി. മണം ഉണ്ടോന്ന് നോക്കുന്ന അതിന്. മണം നോക്കിയേ. മേത്താവില്ലേ, ചെളി പറ്റാതെ. മണം ഉണ്ടാ? എന്ത് മണം? കൊള്ളാവോ? സർബത്തിന്റെ മണം ഇല്ലേ? കുഞ്ഞെ പാമ്പുണ്ട്. പാമ്പില്ലടാ, പാമ്പൊന്നും കാണത്തില്ല. ഇത് മണ്ണിനടിയിലേക്ക് നല്ല ആഴത്തിലാണ് ഇതിൻ്റെ വേരുകൾ പോയിരിക്കുന്നത് കേട്ടോ. അതെ, എന്നിട്ട് പോലും ഞാൻ ഇത്രയും മഴ പെയ്ത് കിടന്നിട്ട് പോലും എടുത്തിട്ട് ഇത്ര നീളത്തിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൊട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിനി കഴുകി ക്ലീൻ ചെയ്തിട്ട്. ഈ ചെടിയിലെ പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് വേരിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനിനി ഇളക്കിയെടുക്കാൻ പോവാണ്. അതിങ്ങനെ ആഴത്തിലൊക്കെ പിടിച്ചിരിക്കുന്നത്. ഈ എൻ്റെ മാന്തി ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇത്രയും ആഴത്തിൽ വന്നു കേട്ടോ. ഇത് ഇനിയും ഉണ്ട്. ഇതിലൊരു ചെറിയ കറ പോലെ വരുവേ. നോക്കട്ടെ ഇത് എത്രത്തോളം ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന്. നല്ല ആഴത്തിലാണ്. ഇനിയും നല്ല. അയ്യോ, പൊട്ടിപ്പോയി. എന്നാലും ഇത്രയും കിട്ടി. ഇങ്ങനെ ആഴത്തിലാണിത് പിടിക്കുന്നത്. ശ്രീകുട്ടോ, മഴ നനയല്ലേ, കുട എടുത്ത് വെച്ചോ. കുട എടുത്തോ, തലയിൽ വെച്ചോ കേട്ടോ. മഴ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാനിന്ന് തേങ്ങ ഇവിടെ പന്നി പൊളിച്ചിട്ടിരിക്കണം. കാണണോ? പയ്യെ പയ്യെ നിൽക്കേ. കുഞ്ഞ വരാം അവിടെ നിൽക്കേ. വേണ്ട സൂക്ഷിച്ച് കാണിച്ചു തരാം. പന്നിക്കുട്ടന്മാര് വന്നു കഴിച്ചിട്ട് പോയത് കണ്ട. ഞങ്ങൾ പൊതിക്കുന്ന പോലെ തന്നെ, നമ്മൾ മനുഷ്യന്മാർ പൊതിക്കുന്ന പോലെയാണ് കേട്ടോ പന്നിയും പൊളിച്ചതേ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് കഴിച്ചിട്ടുണ്ടോ എന്തോ. എന്തായാലും അതൊന്നും പിടിക്കണ്ട. നമുക്ക് പോവാം. കഴുകി കൊണ്ടുവരാന്ന് പറഞ്ഞേണ്ടി. എവിടെ പോകണം? കഴുകി തോട്ടി പോകണം. തോട്ടി പോകാൻ വേണ്ടിയിട്ടാണ് ശ്രീകുട്ടൻ എൻ്റെ കൂടെ വന്നത് തന്നെ. നമുക്ക് തോട്ടി പോവാം. മഴ പെയ്യാണ്, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് പോവാം. തോട്ടിൽ വെള്ളം കാണോ? പോകുന്ന വഴിക്ക് പ്ലാവൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ട്. ഇന്നലെ രാത്രിയുള്ള നല്ല മഴയും കാറ്റുമായിരുന്നു. ആ കാറ്റത്ത് വരിക്കപ്ലാവാണ് കേട്ടോ. ഒടിഞ്ഞ് വീണ് നിറയെ ചക്കയൊക്കെ വീണ് കിടക്കുവാണ്. മുറിഞ്ഞ് കിടക്കുന്നുണ്ട് ശ്രീകുട്ടോ. കാറ്റത്ത് വീണതാ കണ്ടോ. നമുക്കിവിടെ കറണ്ടൊന്നുമില്ല. കറണ്ട് പോയി. ഇന്നലെ രാത്രി പോയതാ. ഇനി എപ്പോൾ വരുമെന്നറിയില്ല. കാരണം നിറയെ മരങ്ങളിങ്ങനെ വീണ് കിടക്കുവാണ്. ഇനി മരമൊക്കെ മുറിച്ച് മാറ്റി കറണ്ടൊക്കെ വരാൻ സമയം എടുക്കൂല്ലേ. അപ്പം നമുക്ക് തോട്ടി പോയിട്ട് വരാം. അയ്യോ, അവക്കാട വീണു. മഴയത്ത് ഇങ്ങനെ പോവാൻ ഇഷ്ടമാണോ ശ്രീകുട്ടോ?
മഴയത്ത് ഇഷ്ടമാണല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ? തോട്ടിൽ നിറയെ വെള്ളം കാണുമായിരിക്കും അല്ലേ? ആ ഇല്ലായിരിക്കുമോ? മഴ പെയ്തല്ലേ കാണും. നമുക്ക് ഇവിടുത്തെ തോട്ടിൽ പോവാം. അവിടെ പോണ്ട ഇവിടെ പോവാം. അവിടെ ദൂരം കൂടുതലല്ലേ, ഇവിടെ പോവാം. ശ്രീകുട്ടോ ചെരുപ്പ് നമുക്ക് ഇവിടെ ഊരിയിട്ടിട്ട് ഇറങ്ങാവേ. വെള്ളത്തിൽ പോകും. ആ ചെരുപ്പൂടി വെള്ളത്തിൽ പോകും. പയ്യെ ഇറങ്ങണേ. ഞാൻ പറഞ്ഞില്ലേ തോട്ടിൽ വെള്ളം ഉണ്ടെന്ന്? തോട്ടി വെള്ളം ഇല്ലെന്ന്. ആണ്, വെള്ളം ഉണ്ടല്ലോ. ഇറങ്ങാം നമുക്ക്. ചാടിക്കോ ചാടിക്കോ. പേടിയോ അവിടെ? ഇറങ്ങടോ. വേണ്ടേ? കുഞ്ഞിറങ്ങട്ടെ? പിടിച്ചോ, പിടിച്ചോ. തെന്നത്തൊന്നുമില്ല. ആഹാ, നമുക്കിത് കഴുകി എടുക്കാം. എന്നിട്ട് കൈവേത് കൈക്കൊള്ളാ പോയി. അപ്പത്തെ വഴിക്കൂടെ പോയി. അവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. എടുക്കോ? ഉണ്ട്. കുഞ്ഞെ നമുക്ക് കൂടെ എടുക്കണ്ടോ? ഈ പൊക്കൊന്ന് നമ്മള് ഈ വേര് മൊത്തം ഇങ്ങനെ കഴുകി എടുക്കുവാണ്. ഇവിടെ ആകുമ്പോൾ നല്ല വൃത്തിയാവും. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴുകുന്നേക്കാളും ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമല്ലേ, അത് കാരണം നന്നായി വൃത്തിയാവും. ഉള്ള ചെളിയെല്ലാം പോകും ഇതിൻ്റെ അകത്തുനിന്ന്. നല്ല വൃത്തിയാക്കി എടുക്കാം. കേപ്പ് ആവട്ടെ. ഇപ്പം ഞാൻ കഴുകിയിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് ഇതിൻ്റെ ഇലകൾ ഇതെല്ലാം കളയും കേട്ടോ. എന്നിട്ട് ആ വേര് മാത്രം എടുത്തിട്ട് ചതച്ച് നമുക്ക് വെള്ളം ഇടാനോ അതുപോലെ തന്നെ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. വേര് ചെളിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി. ഇനി ഇത് ചതച്ച ആണ് നമ്മൾ വെള്ളം ഇടുമ്പോൾ എടുക്കുന്നത്. അതുപോലെ തന്നെ സിറപ്പ് ഉണ്ടാക്കാൻ ഇത് ചതച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞ് ശ്രീകുട്ടൻ്റെ കാല് കഴുകിയ തോട്ടിന്റെ അടുത്തായിട്ട് കേട്ടോ, അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ. അത് സ്ട്രോബെറി അല്ല മോനെ. ഇവിടെ പീനട്ട് ബട്ടർ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ആർക്കും വേണ്ട. അത് കിളികളാണ് ഇങ്ങനെ കഴിക്കുന്നത്. പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഇതേ ഒരു ചിത്രശലഭം വന്നിരിപ്പുണ്ട് കേട്ടോ. ഇതിങ്ങനെ കിളികളാണ് ധാരാളമായിട്ട് ഇത് കഴിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല അത്. അതെടുത്ത് അവരെല്ലാരും എന്നെ സഹായിക്കാൻ വന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇച്ചിരി പണി തരുന്നുണ്ട്. തലയിൽ വെള്ളം മതി 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 മതി. പോവാം, മഴയാണ്. പോവാം നമുക്ക്.